സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ മോശം അനുഭവമുണ്ടായെന്ന് നടി അപർണ ജോൺസ്. ഷൈൻ ടോം ചാക്കോയുടെ വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റം പ്രയാസമുണ്ടാക്കി. സിനിമയുടെ സെറ്റിൽ തന്നെ ഷൈനെതിരെ പരാതി പറഞ്ഞിരുന്നു. അവിടെ നിന്ന് പരിഹാരം ലഭിക്കുകയും ചെയ്തു. ഷൈൻ ലഹരി ഉപയോഗിച്ചാണോ തന്നോട് മോശമായി പെരുമാറിയത് എന്നറിയില്ലെന്നും അപർണ ജോൺസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഞാനിതൊരു പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിൻസി അലോഷ്യസ് പറഞ്ഞ മീഡിയയിലും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധമായിട്ട് സഹപ്രവർത്തക എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്. എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഷൈനിന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാനത് അവിടെ സെറ്റിലുണ്ടായിരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ആർട്ടിസ്റ്റിനെ അറിയിക്കുകയും ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം കുറച്ച് പ്രൊഡക്ഷൻ ടീമായിട്ട് കുറച്ച് അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയുമായതുകൊണ്ട് ഞാൻ അവരെ അറിയിക്കുകയും അവിടെ എനിക്കൊരു പരിഹാരം കിട്ടുകയും ചെയ്തു. അവിടെ വെച്ച് എന്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിലാണ്, എന്റെ ലൈഫ് ഇവിടെയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. എന്നെ സംബന്ധിച്ച് ഇപ്പോ ആ ചോദ്യത്തിനകത്ത് എന്നെ ലഹരി ഉപയോഗിച്ചിട്ടാണോ മോശമായി പെരുമാറിയതെന്ന് എനിക്കറിയില്ല. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോശമായ പെരുമാറ്റം ഓഫ് കോഴ്സ് അത് ഉണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നുണ്ട്. വിജിത, വിൻസിയുടെ ആ ഒരു ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ അതേ സെറ്റിലെ തന്നെ അപർണ ജോൺസും ഇത്തരത്തിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു പരാതിയായി അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടോ? ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഷൈനിനെ അത് എങ്ങനെ ബാധിക്കും മുതലായ കാര്യങ്ങളിലുള്ള വിശദാംശങ്ങൾ. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂത്രവാക്യം സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന മറ്റൊരു നടിക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ഒരു വിൻസി, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു വിൻസി അലോഷ്യസ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ച സമയത്ത് തനിക്ക് മാത്രമല്ല തന്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകയ്ക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ അപർണ ജോൺസ് എന്ന് പറയുന്ന ഈ ഒരു നടിയും വെളിപ്പെടുത്തലുമായെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക എന്ന് പറയുന്നത് താൻ തന്നെയാണ്. തനിക്കും മോശമായിട്ടുള്ള അനുഭവം ഈ ഒരു സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഒരു സ്വഭാവം ഈ ഷൈനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മോശം രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്നും വന്നതാണോ എന്നതറിയില്ല. അതായത് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് ഷൈൻ എന്നുള്ള കാര്യത്തിൽ തനിക്ക് അത്ര കാര്യമൊന്നും അറിയില്ല. പക്ഷെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇക്കാര്യം ഈ ഒരു സെറ്റിലെ തന്നെ വിശ്വാസമുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആളുമായിട്ട്, ഈ ഒരു സെറ്റിലെ തന്നെ വേറൊരു സഹപ്രവർത്തകയുമായിട്ട് താൻ പറഞ്ഞിരുന്നു. അതിനുള്ള പരിഹാരം എനിക്ക് അപ്പോൾ തന്നെ സെറ്റിൽ നിന്നും ലഭിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ അപർണ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു പരാതി ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു ഇന്റേണൽ കമ്മിറ്റിയിലുള്ള ഒരാളുമായിട്ടാണോ, ഈ ഒരു സഹപ്രവർത്തകയുമായി പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളുമായിട്ടാണോ എന്നുള്ള കാര്യത്തിലെല്ലാം അങ്ങനെയൊക്കെ ഒരു സൂചനകളെല്ലാം ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ ഈ ഒരു വിൻസിയുടെ പരാതിയെ തുടർന്ന് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു താക്കീത് തന്നെയാണ് ഫെഫ്ക ഈ ഒരു കാര്യത്തിൽ നൽകിയിരുന്നത്. ഇത്തരത്തിൽ ഇനിയൊരു മോശം പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെ ഫെഫ്ക വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ പരാതിയായിട്ടല്ല ഈ ഒരു അപർണ ജോൺസ് എന്ന് പറയുന്ന നടി ഒരു പരാതിയായി ഉന്നയിച്ചതല്ല. ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ വന്ന സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയ്ക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായി. വിൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്റെ അടുത്തും അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു കാര്യവുമായി അല്ലെങ്കിൽ വെളിപ്പെടുത്തലുമായെല്ലാം തന്നെ വന്നിരിക്കുന്നത്. പരാതിയുമായി അവർ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉറപ്പ് പറയാനാകില്ല. എന്തായാലും ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നിലവിൽ ഈ ഒരു കേസ് ഇത്തരത്തിൽ ഇയാളൊരു ലഹരിയുമായി ബന്ധപ്പെട്ട കേസിലെല്ലാം തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിൻസി അലോഷ്യസിന്റെ പരാതി ഈ പറയുന്ന സംഘടനകൾക്ക് എല്ലാം തന്നെ ലഭിച്ചിട്ടുമുണ്ട്, അമ്മയടക്കമുള്ള സംഘടനകൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പരാതി കൂടി വരുന്ന സമയത്ത് നേരത്തെ ഇനിയൊരു നടപടി, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞ ഫെഫ്കയുടെ ഒരു ഉറപ്പും അവിടെയുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പരാതിയായി സംഘടനകൾ, അമ്മയടക്കമുള്ള അല്ലെങ്കിൽ ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അടക്കമുള്ള സംഘടനകളിലേക്ക് ഈ ഒരു പരാതി പോകുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി അവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. അതുല്യ.